വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കൂടമുണ്ടേ. ഓടമഞ്ഞിൽ അണിഞ്ഞൊരുങ്ങി നിറഞ്ഞു നിൽക്കുന്നേ, തൊഴിലാളികളുടെ വിയർപ്പു തുള്ളികളാൽ പടിപടിയായി ഉദിച്ചുയർന്നി അക്ഷര നക്ഷത്രം. ആകാശവാണി വയനാട് നിലയം വാർത്തകൾ വായിക്കുന്നത് രമാദേവി. ജൂലൈ 28 മുതൽ വയനാട് ജില്ലയിൽ തീവ്ര മഴയ്ക്ക് സാധ്യത. ആയിരം സ്വപ്നങ്ങൾ കാത്തുവച്ച് ഒരു ഗ്രാമം മുഴുവൻ ഉറങ്ങിടുമോ, മലയും ചൂരൽ മലയും ഉരുൾപൊട്ടി താണ്ഡവമാടി. സ്വപ്നങ്ങളെല്ലാം തുള്ളിത്തവരെ ഉൾപ്പെട്ടവരെ കൊണ്ടൊഴുകി. എന്നെയും ഒരു കുഞ്ഞും ഒളിച്ചു പോയി, അട്ടമലയിൽ ചോപ്പൻ തനിച്ചായി. പോയി പണ്ടത് വലിയൊരു കൊപ്പച്ചെടുത്ത ആരനോട് പറഞ്ഞു ഞങ്ങൾ വലിയ ഇതിലെന്നാ വരുന്നേ, ഈ ഞങ്ങളിത് കാണിക്കുന്നേ പറഞ്ഞു. ആരനോട് അതിന്റെ കാലിനോട് നേരെ കൊടുക്കുന്ന നിമിഷങ്ങളിൽ എത്രയോ ജീവിതം പോയി, പൊട്ടലെല്ലാം കൊണ്ടുപോയി, ഗ്രാമം മുഴുവൻ പോയി. മഴയുടെ ശക്തിയോടെ വെള്ളം വീണ്ടും ഉയർന്നു. ഞങ്ങൾ ചുറ്റും നോക്കി രക്ഷിക്കാൻ ആരെയും കണ്ടില്ല. പോകെ പോകെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ഇനി ആരും വരില്ലെന്നുറപ്പിച്ച് സ്വയം തോൽവി സമ്മതിച്ച് കൈകൾ ചേർത്ത് പിടിച്ച് കണ്ണുകളിലേക്ക് ഞങ്ങൾ മരണത്തെ കാത്തു.
പിന്നെ അവിടെ കേട്ട ആ ശബ്ദം ഞങ്ങളാരും ഒരിക്കലും മറക്കില്ല. എന്റെ നേരെ നീണ്ട കൈകൾ ക്രിസ്ത്യാനിയുടെ ഹിന്ദുവിന്റെ മുസൽമാന്റെയോ അല്ല. ജീവിതത്തിലേക്ക് പിടിച്ചേക്കുമ്പോഴായി കറുത്താണോ വീട്ടാണോ ഞാൻ ചിന്തിച്ചില്ല. പക്ഷെ ആ കൈകൾക്ക് സ്വന്തം കുടുംബം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഉറപ്പുണ്ടായിരുന്നു. ഉറ്റവരില്ലാതെ ഉടയവരില്ലാതെ അനാഥമായ ഭാഗ്യങ്ങൾ ആശയാൽ തീർത്തോരാ കൂടെയും പോയി. കൂടെ പിറന്ന ജീവനും പോയി. ആണലവാതയ്യോ ആണലവാതയ്യോ താനേ തയ്യോ താനേ തയ്യോ. ആശരണരാമി മയനാടിനും ആയിരക്കരങ്ങൾ രക്ഷ നൽകി. ഒരുമയുള്ളൊരു കേരളം, നന്മയുള്ളൊരു കേരളം, ഇത് കരളുറപ്പിന്റെ കേരളം. പടുത്തുയർത്തും മുൻപത്തെ നമ്മൾ പടുത്തുയർത്തും.